ഗെയ്സ്, അപ്പം നമ്മളിന്ന് തിരുവനന്തപുരത്ത് പോയിട്ടോ, ചെറിയൊരാവശ്യമുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മക്കളും ഉണ്ട്, അപ്പം എല്ലാവരും കൂടിയും പോവുകയാണ്. ഹലോ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ 8:50 കൊയിലാണ്ടിയിൽ നിന്ന് കയറിയത്. അവിടെ ഒരു 6:30 ആയപ്പോഴത്തേന് ഞങ്ങൾ എത്തിനെ. അപ്പം തിരുവനന്തപുരം സെൻട്രലൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും. കാരണം നല്ല തിരക്കേനി ട്രെയിനിൽ, അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തില്ല. ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുപോയ ഫുഡ് പോലും ഞങ്ങൾ കഴിച്ചില്ല, അത്രക്കും തിരക്കേനി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം അതിൻ്റെ മുന്നേ ഫ്രഷ് ആവണം. അപ്പം ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഇപ്പം ലേറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള ഒരു കടയിലാണ് ഞങ്ങൾ കയറി. അവിടെ ഒരു ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഓഫീസിൽ തുറക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ചിട്ടോ. നല്ല വെറൈറ്റി കടികളൊക്കെ ഉണ്ട്, പിന്നെ നല്ല ചായയൊക്കെ കിട്ടും കേട്ടോ. അടിപൊളിയാണ് അവിടുത്തെ ചായ തിരുവനന്തപുരം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് സംസാരമൊന്നും കേട്ടിട്ട് വലിയ മാറ്റങ്ങളൊന്നായിട്ട് തോന്നില്ല. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നല്ല ഓരോ സംസാരത്തിനൊക്കെ നല്ല വ്യത്യാസമാണല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓട്ടോ ചാർജ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ അറിയാത്ത ആൾക്കാരോട് അവർ നല്ല ഓട്ടോ ചാർജൊക്കെ കൂടുതലെടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കോൺസുലേറ്റിലാണ് പോകേണ്ടതിന്, മണക്കാട്. അവിടെ വന്ന് ഓഫീസ് കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അപ്പം കുറച്ചാൾ ബിരിയാണി, പിന്നെ ഞങ്ങൾ പൊതിച്ചോറാണ് കഴിച്ചത്. അപ്പം പൊതിച്ചോറ് എന്ന് പറയാൻ അന്നേരം തന്നെ പൊതി കെട്ടിക്കൊണ്ട് തരുന്നൊരു സാധനമാണ് കേട്ടോ. ഞങ്ങളത് വിചാരിച്ചില്ല, ഞങ്ങൾ വിചാരിച്ച് രാവിലെ പൊതി കെട്ടി വെച്ചതാണ്. പക്ഷേ വിചാരിച്ചത്ര ഒരു പോരട്ടോ. സംഭവങ്ങളൊക്കെ കുറച്ച് കറിയേ ഉള്ളതിന്, പക്ഷേ രസമുണ്ടായിന്, ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷേ എന്താ പറയുക, വാഴൻ്റെ ഇലൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾക്കപ്പം തിന്നുന്ന ആ ഒരു ടേസ്റ്റ് മാത്രം കേട്ടോ. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഓരോ പൊതിയാക്കിയിട്ട് മീൻ, ഉപ്പേരി, അവിയൽ, പച്ചടി, അച്ചാർ, ഒരു മുട്ട പൊരിച്ചത്, പിന്നെ ഒരു മീൻ പൊരിച്ചത് കേട്ടോ. അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു മീൻകറിയും ഒരു സാമ്പാറും. അതൊക്കെ സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷേ ഈ പൊതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതില്ലേനു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ട്, കാരണം നല്ല ചോറൊക്കെ ഒരുപാടുണ്ടായിന്. ഫുള്ള് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് 2 വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 അത് മാറി മാറി കഴിച്ചിട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് തന്നെ ബാക്കി തന്നെ കേട്ടോ ചോറ്. നല്ല ചോറുണ്ടായിന്, നല്ല കുത്തരി ചോറൊക്കെ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിന്നെ ഇങ്ങനെ വെയിറ്റിംഗ്. ഞങ്ങൾ കറങ്ങാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം എൻ്റെ കാലിന് നല്ല നീരായതുകൊണ്ട് പിന്നെ രാത്രി 8:50 തിരിച്ചു ഞങ്ങൾ ട്രെയിൻ കയറി. രാവിലെ ആയപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.